ജനവാസ മേഖലയിൽ ജീവന് ഭീഷണി ഉയർത്തി കാട്ടുപോത്തുകളുടെ സ്വൈര്യവിഹാരം. വന്യജീവി ശല്യം കാരണം ജനജീവിതം ദുസ്സഹമായ കുളത്തൂപ്പുഴയിലാണ് ജീവന് ഭീഷണി ഉയർത്തി കാട്ടുപോത്തുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത്. കുളത്തൂപ്പുഴ ടൗണിന് സമീപമുള്ള 16 ഏക്കർ പ്രദേശത്താണ് നിരവധി കുടുംബങ്ങൾ കാട്ടുപോത്ത് ഭീതിയിൽ കഴിയുന്നത്. നമ്മുടെ ഈ 16 ഏക്കർ ഭാഗത്ത് നിരന്തരം നമ്മുടെ പറമ്പിലും നമ്മുടെ വീടിനോട് ചേർന്ന പറമ്പിൽ സ്ഥിരമായിട്ട് കാട്ടുപോത്തും ആനയും വന്ന് നമ്മളെ കൃഷികൾ നശിപ്പിക്കുന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് വളരെയധികം, ജനങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് പുറത്തേക്കിറങ്ങാൻ പകൽ സമയങ്ങളിൽ പോലും പുറത്തേക്കിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ കാട്ടുപോത്ത് വന്ന് നിൽക്കുന്ന കുട്ടികൾക്കറിയില്ല. രണ്ടാമത് ചെന്ന് ഇറങ്ങുമ്പോഴാണ് ആദ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ 2 പേരെ ഈ 16 ഏക്കർ ഭാഗത്തുള്ള 2 പേരെ ആക്രമിക്കുകയുണ്ടായി. നമ്മളെ കളിസ്ഥലമായിരുന്ന ആ സ്റ്റേഡിയത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനെ കാട്ടുപോത്ത് ഉപദ്രവിക്കുകയും ആ പയ്യൻ ഏതാണ്ട് 6-7 മാസക്കാലം നട്ടലിന് പൊട്ടലായി കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിന് നമ്മൾ പലയിടത്തും പരാതി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ നമ്മൾ പരാതി നൽകിയിട്ട് പോലും അതിന് യാതൊരുവിധ മാർഗ്ഗങ്ങളോ അല്ല അത് നേരിടുന്നതിനുള്ള ഒരു മാർഗ്ഗങ്ങളും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തന്നെ ഫോറസ്റ്റുകാരെ നേരിട്ട് വിളിക്കുകയും അവർ വന്ന് ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരികയും ആ മൃഗങ്ങൾ കാട്ടുപോത്ത് നമ്മളെ പറമ്പിലിറങ്ങിയത് 18ഓളം കാട്ടുപോത്താണ് നമ്മൾ പറമ്പിലിറങ്ങിയത്. അവരതിനെ വിരട്ടി ഓടിച്ച് കാട്ടിൽ കയറ്റിവിട്ട് അവർ പോയതിൻ്റെ പിറകെ പിറ്റേ ദിവസം തന്നെ അത് വീണ്ടും അപ്പുറത്തെ വശത്ത് ഇറങ്ങി റോഡിൽ ജംഗ്ഷനിലേക്ക് കയറാൻ ഏതാണ്ട് ഒരു 50 മീറ്റർ വരെ എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ കൂടി അതിനെ തിരിച്ച് ഓടിച്ച് വീണ്ടും ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ് അതിനെ പടക്കും മറ്റേ ചെണ്ടക്കുട്ടിയൊക്കെയാണ് അതിനെ കാട്ടിലേക്ക് കയറ്റി വിട്ടത്. കാരണം ഈ കഴിഞ്ഞ മുന്നേ ഒരു 6 വർഷക്കാലം മന്ത്രി രാജു സാറിന് സമയത്ത് വനം വകുപ്പ് മന്ത്രിയായ രാജു സാറിന് സമയത്ത് ഈ കുളത്തൂപ്പുഴയിൽ ഈ ഭാഗത്ത് തന്നെയാണ് ഒരാളിനെ ആന ചവിട്ടിക്കൊല്ലുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വലിയ സമരം, കുളത്തൂപ്പുഴ ടൗണിൽ വലിയൊരു സമരം നമ്മൾ ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ ആന സമരം എന്ന് പേരിട്ട് ഭയങ്കര സമരം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർത്താൽ ഉൾപ്പെടെ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ഈ സോളാർ ഫെൻസിങ് ആറ്റിറമ്പിൽ കൂടി ഇടുകയും അതാണ്ട് ഒരു 1-2 വർഷക്കാലം പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് ഇത് എല്ലാം മണ്ണിനടിയിൽപ്പെട്ടു പോയത്. ഇതാണ് കോടാനക്കോടി രൂപയാണ് നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗമല്ലാത്ത രീതിയിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാന, കുരങ്ങ്, പന്നി തുടങ്ങിയ വന്യജീവികളുടെ അതിരൂക്ഷമായ ശല്യം സഹിക്കാനാകാതെ പൊറുതിമുട്ടിയ 16 ഏക്കർ ജനവാസ മേഖലയിലാണ് മുൻപെങ്ങുമില്ലാത്ത വിധം കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ എത്തിയിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ അവലംബിച്ചും കാട്ടാന ഉൾപ്പെടെ ജനവാസ മേഖലയിലെത്തുന്ന മൃഗങ്ങളെ തുരത്തിയിരുന്നുവെങ്കിൽ കൂട്ടമായി എത്തുന്ന അക്രമകാരികളായ കാട്ടുപോത്തിൻ്റെ മുന്നിൽ ഈ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നതും ജനങ്ങളുടെ പേടി വർദ്ധിപ്പിക്കുന്നു. അക്രമകാരികളായ കാട്ടുപോത്തുകളെ ഭയന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എല്ലാം ഈ വഴിയിലാണ്. പിന്നെ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ 5 റേഞ്ചിൽ നിന്ന് വരണം, ഞങ്ങളെ റേഞ്ച് അല്ല, ഇവിടെ അല്ല എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരുടെ പറയുന്നത്. അവർ പറയുന്നത് പിള്ളേർക്ക് ഇത് കണ്ട് ഓടി മറിഞ്ഞ് വീഴക്കവും പകലാണ് ഈ പുരയിടങ്ങളിലെല്ലാം. ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ 2 പേരും കൂടെ എനിക്ക് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പാട്ടുപോത്ത് ഞങ്ങളെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് ഓടിപ്പോയത്. നിമിഷം ഒരു തലനാരഴിക്കാൻ ഞങ്ങൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങളെ ഇടിച്ചിട്ടേനായിരുന്നു. അത്ര പകൽ പോലും അത്രയ്ക്ക് ശല്യം ഇവിടെ ഇറങ്ങി നടക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ആനയുടെ കുരങ്ങും ഈ കാട്ടുപോത്തിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് വരുവാണ്. രാത്രിയിൽ ആനയും ഇല്ലായി. ഞങ്ങൾ ഈ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ ഈ ഓഫീസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. എപ്പോഴും ഇവിടെ ആളും പേര് ഈ വഴി കൂടെ എപ്പോഴും വരുന്നതാണ്. തിരക്കുള്ള റോഡ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം ഇവിടെ ജനങ്ങളെല്ലാം. പിന്നെ കുത്താനായിട്ടുള്ള ഒരു ഇതിലായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ടെറസിൻ്റെ മുകളിൽ കയറിയെന്നാണ് നോക്കി. അത് ഇപ്പം 1 2 അല്ല, ബ്ലാവ് വന്ന് എൻ്റെ മതിൽ മൊത്തം ഇടിച്ചു. ബ്ലാവ് വന്നിട്ട് മതിൽ മൊത്തം ചുരുവട്ടായിട്ട് മതിൽ മൊത്തം ഇടിച്ചു. അതിനുശേഷം ഞാനിപ്പം കമ്പിവേലി ഇട്ടു, ഫോറസ്റ്റിൻ്റെ കമ്പിവേലി വിട്ടിട്ടും ഈ പോത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് എങ്ങനെയോ അതിനകത്ത് കയറി 3 എണ്ണം ഉണ്ടായിരുന്നു. അത് സ്ഥിരം വരുന്നുണ്ട്. പോത്തുണ്ട്, പിന്നെ ആനയുണ്ട്, പിന്നെ കുരങ്ങുണ്ട്, എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ട്. വലിയ ഒരു നമ്മുടെ ഇവിടുത്തെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന കാര്യം വലിയ പാടാണ്. കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ. നമ്മുടെ ലോപ്പസിൻ്റെ മോൻ്റെ നടുവിന് എടുത്ത് എത്രയോ നാളെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക് കാട്ടുപോത്താക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. 2 ദിവസം മുമ്പ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്ന മറ്റൊരു വിദ്യാർത്ഥി കാട്ടുപോത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടത് തലനാടിരയ്ക്കാണ്. വനംവകുപ്പ് അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടും ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം തേടി പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ. ഫോക്സ് TV ന്യൂസ്, കുളത്തൂപ്പുഴ.